ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്ടിലെ കൂട്ടിലൊരോണം പാർട്ട് 2വിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പാർട്ട് 1ൽ നമ്മുടെ ഉച്ച വരെയുള്ള പ്രോഗ്രാമാണ് കണ്ടത്. ഇനി നമ്മൾ പാർട്ട് 2വിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മൾ ഒരു അടിപൊളി സദ്യയൊക്കെ കഴിച്ച് പിന്നെ ഒരു അടപ്രഥമനും കുടിച്ച് നല്ല എനർജി ആയിട്ട് എല്ലാവരും റെഡി ആയിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നത്തെ പോലെ തന്നെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഫസ്റ്റ് പരിപാടി വന്നിട്ട് ബിസ്ക്കറ്റ് കടിയായിരുന്നു. ബിസ്ക്കറ്റ് നമ്മൾ ഒരു നൂലിൽ കെട്ടിയിട്ട് അത് ചാടിക്കടിക്കണം, കൈ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവിടെ കൈ കൊണ്ടും കാലുകൊണ്ടും തല കൊണ്ടും ഒക്കെയാണ് ബിസ്ക്കറ്റ് കടിച്ചെടുക്കുന്നത്. പിന്നെ ബിസ്ക്കറ്റ് കടി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പരിപാടി വന്നിട്ട് തവളച്ചാട്ടമായിരുന്നു. തവളച്ചാട്ടം ഞങ്ങളുടെ ലിസ്റ്റിലില്ലായിരുന്നു. ഞങ്ങളുടെ ലിസ്റ്റിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഓട്ടമത്സരമായിരുന്നു. പിന്നെ ഈ ഒരു സ്പേസിൽ ഓട്ടമത്സരം നടത്താൻ പറ്റില്ല, തട്ടിയും മുട്ടിയും വീഴാനാണ് സാധ്യത. അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലാൻ മാറ്റി തവളച്ചാട്ടമാക്കിയതാണ്. അപ്പോൾ ഈ തവളകൾ ചാടുന്ന കണ്ടാലറിയാം തവളയാണോ എന്തുവാണോ. പിന്നെ തേർഡ് പരിപാടി വന്നിട്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കലായിരുന്നു. നമ്മുടെ സാധാ സോഡാ കുപ്പിയിൽ അതിൽ നമ്മളൊരു ടൈം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 മിനിറ്റാണ് കൊടുത്തത്. അത് വെച്ചിട്ട് ആ ടൈമിനുള്ളിൽ ആരാണോ ഏറ്റവും കൂടുതൽ വെള്ളം ഒഴിക്കുന്നത് അവരായിരിക്കും ജയിക്കുന്നത്. അപ്പം അതായിരുന്നു പിന്നെ നെക്സ്റ്റ് പരിപാടി. പിന്നെ നമ്മുടെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് പരിപാടി നാരങ്ങ സ്പൂൺ റേസിംഗ് ആയിരുന്നു. ഒരു നാരങ്ങ ഒരു സ്പൂണിൽ വെച്ചിട്ട് കൊടുക്കും. അത് നടന്ന് പതുക്കെ വരണം. എന്നിട്ട് ആരാണോ ആ നാരങ്ങ കളയാതെ എത്തുന്നത് അവരായിരിക്കും ജയിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ പരിപാടി. നമ്മുടെ ഓണം ചെറിയ രീതിയിലുള്ളൊരു ആഘോഷം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് അവരെയൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു കുഞ്ഞി പ്രൈസൊക്കെ കൊടുത്ത് പരിപാടി അവിടെ തീർക്കുമായിരുന്നു. പിന്നെ എല്ലാവരും പാട്ടൊക്കെ പാടി എല്ലാവരും സന്തോഷമായിട്ടാണ് പിരിഞ്ഞത്.